നമസ്കാരം. നോക്കാം ഇന്നത്തെ പ്രധാന 10 വാർത്തകൾ. നെന്മാറ പോത്തുണ്ടി ഇരട്ട കൊലപാതക കേസിൽ കുറ്റപത്രം സമർപ്പിച്ചു. ആലത്തൂർ കോടതിയിലാണ് 480 പേജുള്ള കുറ്റപത്രം അന്വേഷണ സംഘം സമർപ്പിച്ചത്. കേസിൽ ഏക ദൃക്സാക്ഷിയായ സുധീഷിന്റെ മൊഴിയാണ് നിർണായകം. 132 സാക്ഷികളും 30-ലധികം ശാസ്ത്രീയ തെളിവുകളും ഉണ്ട്. കൊലപാതകത്തിന് ഉപയോഗിച്ച കൊടുവാളിൽ നിന്ന് മരിച്ചവരുടെ DNA കണ്ടെടുത്തു. കൊടുവാളിന്റെ പിടിയിൽ നിന്നും പ്രതി ചെന്താമരയുടെ DNA കണ്ടെടുത്തിട്ടുണ്ട് എന്നും കുറ്റപത്രം. സ്വകാര്യ സർവകലാശാല ബില്ല് നിയമസഭ പാസാക്കി. സർക്കാർ നിയന്ത്രണം സർവകലാശാലകളിൽ ഉറപ്പാക്കുമെന്നും ഇടത് സർക്കാരിന്റെ പുതുകാൽവയ്പാണിത് എന്നും ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ബിന്ദു. സ്വകാര്യ സർവകലാശാലകൾ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ കച്ചവടത്തിനിടയാക്കുമെന്ന് പ്രതിപക്ഷം. എങ്കിലും ബില്ലിനെ തത്വത്തിൽ എതിർക്കുന്നില്ല എന്നും പ്രതിപക്ഷം. കേരളത്തെ 10 വർഷം പുറകോട്ടടിച്ചുവെന്നും പ്രതിപക്ഷ വിമർശനം. രാജ്യാന്തര വിമാനത്താവളത്തിലെ എമിഗ്രേഷൻ വിഭാഗം IB ഉദ്യോഗസ്ഥ മേഘയുടെ മരണത്തിൽ ദുരൂഹതയേറുന്നു. പ്രണയനൈരാശ്യമാണ് ആത്മഹത്യക്ക് കാരണമെന്ന് പോലീസ് നിഗമനം. മലപ്പുറം സ്വദേശിയുമായി മേഘയ്ക്ക് അടുപ്പമുണ്ടായിരുന്നു. വിവാഹത്തിലെത്തിയപ്പോൾ യുവാവ് ബന്ധത്തിൽ നിന്ന് പിന്മാറിയെന്ന് ബന്ധുക്കൾ. ഫോണിൽ സംസാരിച്ച് ട്രാക്കിലൂടെ നടക്കുകയായിരുന്ന മേഘ ട്രെയിൻ വരുന്നത് കണ്ട് പെട്ടെന്ന് ട്രാക്കിന് കുറുകെ തലവെച്ച് കിടക്കുകയായിരുന്നുവെന്ന് ലോക്കോ പൈലറ്റിന്റെ ദൃക്സാക്ഷി മൊഴി. സംഭവ സമയം ആരോടാണ് ഫോണിൽ സംസാരിച്ചത് എന്ന് അന്വേഷിക്കണമെന്ന് ബന്ധുക്കൾ. ശമ്പള വർധനവ് ഉൾപ്പെടെയുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ച് തമിഴ്നാട്ടിൽ ആശാപ്രവർത്തകരുടെ പ്രതിഷേധം. ആശാപ്രവർത്തകരെ സ്ഥിരപ്പെടുത്തണമെന്നും മിനിമം വേതനം 26,000 രൂപയാക്കണമെന്നും സമരക്കാർ. അതേസമയം സംസ്ഥാനത്ത് UDF ഭരിക്കുന്ന തദ്ദേശ സ്ഥാപനങ്ങൾക്ക് കീഴിലെ ആശാ വർക്കർമാരുടെ ഓണറേറിയം കൂട്ടാൻ നീക്കം. 2,000 രൂപ തനത് ഫണ്ടിൽ നിന്നും അനുവദിക്കാനുള്ള നിയമസാധ്യത പരിശോധിച്ച് UDF. സമരക്കാരോട് യോജിപ്പുണ്ട് എങ്കിലും സംയുക്ത സമരത്തിനില്ലെന്ന് INTUC. ശബരിമലയിലെ വഴിപാട് വിവരം പുറത്തുവിട്ടത് ദേവസ്വം ബോർഡിലെ ഉദ്യോഗസ്ഥരിൽ ആരോ ആണെന്ന മോഹൻലാലിന്റെ പ്രസ്താവനയ്ക്ക് മറുപടിയുമായി തിരുവിതാംകൂർ ദേവസ്വം. വഴിപാട് നടത്തിയ ഭക്തന് നൽകിയ രസീതിന്റെ ഭാഗമാണ് പുറത്തു വന്നത്. ദേവസ്വം സൂക്ഷിക്കുന്നത് കൗണ്ടർ ഫോയിലാണ്. രസീതിന്റെ ബാക്കി ഭാഗം വഴിപാട് നടത്തിയയാൾക്ക് കൈമാറി. ദേവസ്വം ഉദ്യോഗസ്ഥരുടെ ഭാഗത്ത് യാതൊരു വീഴ്ചയും സംഭവിച്ചിട്ടില്ല. വസ്തുതകൾ ബോധ്യപ്പെട്ട് നടൻ തിരുത്തുമെന്ന് പ്രതീക്ഷിക്കുന്നുവെന്ന് ബോർഡ്. വാളയാർ കേസിൽ പെൺകുട്ടികളുടെ മാതാപിതാക്കൾക്ക് സമൻസ് അയച്ച് CBI കോടതി. അടുത്ത മാസം 25-ന് കൊച്ചിയിലെ CBI കോടതിയിൽ ഹാജരാകാൻ നിർദ്ദേശം. പോക്സോ IPC നിയമങ്ങൾ അനുസരിച്ചാണ് ഇരുവർക്കുമെതിരെ കേസെടുത്തത്. എറണാകുളം CBI കോടതിയിലാണ് കുറ്റപത്രം സമർപ്പിച്ചത്. നിലവിൽ 3 പ്രതികളാണുള്ളത്. 2 പെൺകുട്ടികളും നിരന്തരമായി ലൈംഗിക പീഡനത്തിനിരയായിരുന്നുവെന്നും പെൺകുട്ടികളെ ലൈംഗികമായി പീഡിപ്പിക്കാനും അതിനു വേണ്ടിയിട്ടുള്ള സൗകര്യങ്ങൾ ഒരുക്കാനും അമ്മയും രണ്ടാനച്ഛനും പ്രധാന പങ്ക് വഹിച്ചതായും CBI സമർപ്പിച്ച കുറ്റപത്രത്തിൽ പറഞ്ഞിരുന്നു. മലപ്പുറം എടപ്പാളിൽ വിദ്യാർത്ഥിയെ തട്ടിക്കൊണ്ടുപോയി മർദ്ദിച്ചു. മദ്യലഹരിയിലെത്തിയ സംഘമാണ് വടിവാൾ വീശി ഭീഷണിപ്പെടുത്തി വിദ്യാർത്ഥിയെ ബൈക്കിൽ കയറ്റിക്കൊണ്ടുപോയി മർദ്ദിച്ചത്. പ്രായപൂർത്തിയാകാത്ത ഒരാൾ ഉൾപ്പെടെ പൊന്നാനി സ്വദേശികളായ 3 പേർ പോലീസ് പിടിയിൽ. പൊന്നാനി സ്വദേശി മുബഷീർ, മുഹമ്മദ് യാസിർ എന്നിവരും 17 വയസ്സുകാരനുമാണ് പിടിയിലായത്. കുറ്റിപ്പാല സ്വദേശിയായ 18-കാരനാണ് മർദ്ദനം ഏറ്റത്. 18-കാരനോട് സഹപാഠിയുടെ ഫോൺ നമ്പർ ചോദിച്ച അക്രമി സംഘം നമ്പറില്ലെന്ന് പറഞ്ഞതോടെ ക്ഷുഭിതരായി വടിവാൾ വീശുകയായിരുന്നു. ഛത്തീസ്ഗഡിൽ 3 മാവോയിസ്റ്റുകളെ വധിച്ച സുരക്ഷാ സേന. ദന്തേവാഡയ്ക്കും ബിജാപൂർ ജില്ലയ്ക്കും ഇടയിലെ അതിർത്തി പ്രദേശത്താണ് ഏറ്റുമുട്ടൽ. മാവോയിസ്റ്റ് സാന്നിധ്യം കണക്കിലെടുത്ത് പ്രദേശത്ത് സുരക്ഷ വർദ്ധിപ്പിച്ചതായി സൈന്യം അറിയിച്ചു. പ്രദേശത്ത് മാവോയിസ്റ്റുകൾ എത്തിയതായി വിവരം ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ തിരച്ചിലിനിടെയാണ് കാട്ടിനുള്ളിൽ ഏറ്റുമുട്ടലുണ്ടായത് എന്ന് ദന്തേവാഡ പോലീസ് സൂപ്രണ്ട് പ്രതികരിച്ചു. ജമ്മു കാശ്മീർ എന്നും ഇന്ത്യയുടെ അവിഭാജ്യ ഘടകമായി തുടരുമെന്ന് ആവർത്തിച്ച ഇന്ത്യ. UN സുരക്ഷാ സമിതിയിൽ കശ്മീർ പ്രശ്നം ഉന്നയിക്കാനുള്ള പാകിസ്ഥാന്റെ ആവർത്തിച്ചുള്ള ശ്രമങ്ങൾക്ക് മറുപടി നൽകിയതാണ് ഇന്ത്യ. ഭീകരവാദത്തെ ന്യായീകരിക്കുന്നത് പാകിസ്ഥാൻ അവസാനിപ്പിക്കണമെന്നും ഇന്ത്യയുടെ സ്ഥിരം പ്രതിനിധി P. ഹരീഷ്. കേരള ബ്ലാസ്റ്റേഴ്സിന് പുതിയ കോച്ച്. സ്പാനിഷ് കോച്ച് ഡേവിഡ് കറ്റാല കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പുതിയ പരിശീലകനാകും. ഔദ്യോഗിക പ്രഖ്യാപനം ഉടൻ ഉണ്ടാകും. 1 വർഷത്തേക്കാണ് കരാർ. കറ്റാല ഉടൻ കൊച്ചിയിലെത്തുമെന്ന് സൂചന. നിലവിലെ ഇന്ത്യൻ സൂപ്പർ ലീഗ് സീസണിൽ കേരള ബ്ലാസ്റ്റേഴ്സ് പ്ലേ ഓഫ് കാണാതെ പുറത്തായിരുന്നു.